ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരേഷ് ഗോപിയുടെ JSKയുടെ അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ സെൻസറിംഗ് ഇന്നലെ ഞായറാഴ്ചയോടെ പൂർത്തിയായി ചിത്രത്തിന്റെ പുതിയ റിലീസിംഗ് ഡേറ്റും പ്രഖ്യാപിച്ചിരുന്നു. ജൂലൈ 17-നാണ് ഈ സിനിമ തിയേറ്ററിലെത്തുന്നത്. ചിത്രത്തിന് UA16+ സെൻസറിംഗ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ജാനകി എന്ന പേരിനൊപ്പം ജാനകി V എന്നുകൂടി ചേർത്ത് ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK എന്നാണ് പുതിയ പേര്. ചിത്രത്തിന്റെ ട്രെയിലറും ഇന്ന് വൈകിട്ട് 6 മണിയോടെ പുറത്തു വന്നിട്ടുണ്ട്. 2 മിനിറ്റ് 25 സെക്കൻഡാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ദൈർഘ്യം. അനുപമ പരമേശ്വരൻ നായികയാകുന്ന ഈ സിനിമ പ്രവീൺ നാരായണനാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവർ പ്രധാന താരങ്ങളെ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ 25-ന് തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് മാരീസൺ. ഈ കോമഡി എന്റർടൈനർ സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. RB ചൗധരി നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കലൈ ശെൽവൻ ശിവാജിയാണ്. എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗം, സംഗീതം നൽകിയത് യുവാൻ ശങ്കർ രാജയുമാണ്. പ്രമുഖ ഹാസ്യ സാഹിത്യകാരൻ കൃഷ്ണ പൂജപ്പുര തിരക്കഥ തയ്യാറാക്കി നവാഗതനായ മനോജ് പാൽവൺ സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് രവീന്ദ്ര നീ എവിടെ. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മുഖ്യ കഥാപാത്രമാകുന്ന ഈ സിനിമ ജൂലൈ 18-നാണ് തിയേറ്ററിലെത്തുന്നത്. മഹാദേവൻ തമ്പി ഛായാഗ്രഹണവും എഡിറ്റിംഗ് സിയാൻ ശ്രീകാന്തുമാണ്. പ്രകാശ് ഉള്ളിയേരിയാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 28-ന് ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക മോഹൻ, സംഗീത് പ്രതാപ് എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമ സത്യൻ അന്തിക്കാടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനു TP ആണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അനു മുത്തേടത്ത് ഛായാഗ്രഹണവും എഡിറ്റിംഗ് K രാജഗോപാലുമാണ്. ജസ്റ്റിൻ പ്രഭാകരൻ ആണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. ആശീർവാദ് ഫിലിംസ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആമിർ ഖാൻ നായകനെ RS പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ 20-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സിത്താരെ സമീം പർ. ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 24 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 192 കോടി രൂപയായിരുന്നു. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 246 കോടിയോളം രൂപയാണ് ആദ്യ 24 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 25-ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. ടോട്ടൽ 248 കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ 25 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. കേരളത്തിൽ 24-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് 2,25,000 രൂപയായിരുന്നു. ടോട്ടൽ 1,22,00,000 രൂപയാണ് ഈ സിനിമയുടെ 24 ദിവസത്തെ കേരള കളക്ഷൻ. ജൂലൈ 11 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഹോളിവുഡ് സിനിമയാണ് സൂപ്പർമാൻ. ചിത്രം 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 71 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 3 ദിവസം കൊണ്ട് 2,33,00,000 രൂപയാണ് ഈ വിദേശ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. സൂപ്പർമാൻ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 31,25,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി $217 മില്യൺ കളക്ട് ചെയ്തത്. ഇന്ത്യൻ കറൻസിയിൽ 1,865 കോടി രൂപ. ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് $225 മില്യൺ. ജൂലൈ 4-ന് തിയേറ്ററിലെത്തിയ ഹോളിവുഡ് സിനിമയായ ജുറാസിക് വേൾഡ് റീബർത്ത് 11-ാം ദിവസമായ രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 34,50,000 രൂപയായിരുന്നു കളക്ട് ചെയ്തത്. സിനിമ 10 ദിവസം കൊണ്ട് 4,80,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ 20 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ 10 ദിവസം കൊണ്ട് 86,25,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി $530 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കറൻസിയിൽ 4,555 കോടി രൂപ. $180 മില്യൺ ഈ സിനിമയുടെ ബഡ്ജറ്റ്. ജൂൺ 27-ന് തിയേറ്ററിലെ ഹോളിവുഡ് സിനിമയാണ് F1 അഥവാ ഫോർമുല 1. സിനിമ കേരളത്തിൽ 17-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 23,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 17 ദിവസം കൊണ്ട് 6,45,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. 17 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 69,75,00,000 രൂപയും ഗ്രോസ് കളക്ഷൻ 83,75,00,000 രൂപയുമാണ്. ഏകദേശം $200 മില്യൺ മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 17 ദിവസം കൊണ്ട് $394 മില്യൺ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 3,380 കോടി രൂപ. നവാഗതനായ ദേവദത്ത് ഷാജി തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 4-ന് തിയേറ്ററിലെത്തിയ ധീരൻ എന്ന മലയാള സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 27,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 10 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,41,00,000 രൂപയാണ്. നവാഗതനായ യൂജിൻ ജോസ് ചിറമേൽ സംവിധാനം ചെയ്ത് ജൂലൈ 11-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സൂത്രവാക്യം. ഷൈം ടോം ചാക്കോ, ദീപക് പറമ്പോൾ, വിൻസി അലോഷ്യസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 16 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രം 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 38 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.